വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ലോകേഷ് നായകനായ DC എന്ന ചിത്രത്തിലെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഒരു കല്യാണ സമയത്ത് അനിരുദ്ധ് ഒരു പണി വെക്കുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ബ്ലഡി ബാൻഡ്. അതിന്റെ വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, കണ്ടുവെക്കാം വാ. ബ്ലഡി ബാൻഡ് നോബഡിയുടെ ആ തുടക്കമാണ് കേട്ടാ. പാർവതി ഈ കൂട്ടുകെട്ട് സൂപ്പറായിരുന്നു. അഞ്ജന ആൻഡ് ലോകേഷ്. ബ്ലഡി ബാൻഡ് ബ്ലഡി വാലന്റൈൻ്റെ ഒരു മിക്സ്ഡ് വേർഷൻ ആണ്. അതാണ് ബ്ലഡി. ചന്ദ്ര, ഇത് ചന്ദ്ര. അനിരുദ്ധത്തിന്റെ ഈ ടൈപ്പ് എക്സ്പ്ലോർ ബ്ലഡി ബാൻഡ് കാരണം ബ്ലഡി വാലന്റൈൻ അത് ആ സെറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അനിരുദ്ധ് DC ചെയ്തു വെച്ച ഒരു സാധനം എന്ന് പറയുന്നത്, അത് മുമ്പ് റഹ്മാന് ഈ താള രാഗയെല്ലാം ഒന്ന് പിടിക്കണമെന്ന് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണലി ശരിവെക്കുന്ന രീതിയിലാണ്. മ്യൂസിക്കൽ ജേണിയാണ് ഈ പടം മുഴുവൻ. ആ തുടക്കത്തിൽ ആ എഴുത്തോട്ടിപ്പിൽ ആ എയിനോടി പാട്ട് വരുന്നതുകൊണ്ട് അവസാനം ആ നമസ്തേ ജയശങ്കര എല്ലാം ഇട്ട് പൊളിച്ചടുക്കുന്നുണ്ട്. ഇതാ സെക്കൻഡ് ഹാഫിൽ ഈ ബ്ലഡി വാലന്റൈൻ എന്നൊരു മ്യൂസിക് ഉണ്ട്. അതായത് അവർ ഫസ്റ്റ് രണ്ടാമത്തെ സിംഗിൾ ആയിട്ട് എന്തോ റിലീസ് ചെയ്ത ഒരു BGM ആണ്. അതിന്റെ ബാൻഡ് വെർഷൻ ആണിത്. അതാണ് ഇത് ബ്ലഡി ബാൻഡ് എന്ന് ഇതിന്റെ ടൈറ്റിൽ വരുന്നത്. ഇതിന്റെ മ്യൂസിക് വീഡിയോ ആണ് ഇപ്പൊ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്, പടത്തിലുള്ള സാധനം. അത് കാരണം ഇതുവരെ അത് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊരു പെട്ടെന്നൊരു സ്പെഷ്യൽ ട്രീറ്റ് പോലെ ആയിരുന്നു. ഇതുപോലത്തെ ഒരു എക്സ്പ്ലോർ അനിരുദ്ധ് ചെയ്യണം. അനിരുദ്ധ് അല്ലെങ്കിലും ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് ഒരു അന്യായ ലെവലായിരുന്നു. പടം മുഴുവൻ പാട്ട്, തൊട്ടാ പാട്ട്, തൊട്ടാ BGM. ദേവദാസ്, ലോക്കി ബ്ലഡി വാലന്റൈൻ്റെ ബ്ലഡി ബാൻഡ്. ബ്ലഡി ബാൻഡ്, ദേവദാസ്. എന്നോട് അനിട കത്തിച്ച് കീറി വിട്ടിൽ വേണ്ട. ഇതിലാരും ടെന്റ് സ്റ്റേജ് ചെയ്യുന്നതും സൂപ്പറാണ്. ആ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി. അപ്പൊ ആ ബാൻഡ് നടക്കും. ഇവിടെ എന്തൊക്കെയോ നടക്കൂടാ പടത്തിന്. ഇതതിന്റെ കേസുള്ള കുറെ സീനൊക്കെ അവർ കേട്ടിട്ടുണ്ട് കേട്ടോ പടത്തിലാണ്. സത്യമായിട്ടും അതായത് പടത്തിന്റെ മൂടെന്ന് പറയുന്നത് BGM ആണ്. മറ്റൊരു ഡയലോഗ് പറയില്ല, പടത്തില് BGM ഇല്ല, BGM ആണ് പടം. അതാണ് DC. അതായത് ആ മ്യൂസിക്കൽ ഫ്ലോ, ഒരു റോഡ് ട്രിപ്പ് മ്യൂസിക്കൽ ജേണിയാണ്. തൊട്ടേനും പിടിച്ചതിനും മ്യൂസിക് വരും, BGM വരും. അതെല്ലാം ആ ഒരു സിറ്റുവേഷനിൽ കണക്കായിട്ട് വൺ പ്ലേസ്മെന്റിലായിട്ട് അനിരുദ്ധ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ അത് കിട്ടില്ലാനായിട്ട് യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട് അനിരുദ്ധ്. ഇത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് റിലീസ് ചെയ്തത്. കാരണം എല്ലാവർക്കും ഈ ബാൻഡിന്റെ ആ ഒരു മ്യൂസിക് വേണമെന്ന് അത് സൺ പിക്ചേഴ്സ് കേട്ട് അത് ഓഡിയൻസ് പൾസറിഞ്ഞ് അവർ ചെയ്യും. അത് അവർ റിലീസും ചെയ്തിട്ടുണ്ട്. ബ്ലഡി ബാൻഡ് എന്ന് പറഞ്ഞു. ബ്ലഡി വാലന്റൈൻ്റെ മിക്സ്ഡ് ബാൻഡ് വേർഷൻ ആണ്. ടാനൻ ഒരു കത്തിക്കലായിരുന്നോ അവിടെ. അത് ആ ഒരു സെറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു സ്റ്റെൻഡ് കിടക്കുകയാണ്. ബ്ലഡി വാലന്റൈൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സെയിം ആണ് അതിന്റെ ബാൻഡ്. ഇത് നോബഡിയുടെ ഒരു തുടക്കമൊക്കെ നിങ്ങൾ തോന്നുന്നു. പോലീസ് വില്ലൻ ചന്ദ്രനൊക്കെ പൊളിച്ചടിക്കിയിട്ടുണ്ട്. സജ്ജനായി സൂപ്പറായിട്ട്. ആ പുള്ളിക്കാരൻ ഒരു മലയാളിയാണ്. പുള്ളിക്കാരൻ റണ്ണിങ് സക്സസ്ഫുള്ളി. ബ്ലഡി ബാൻഡ് മ്യൂസിക് വീഡിയോ ബൈ അനിരുദ്ധ്. സത്യം പറഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം സൺ പിക്ചേഴ്സിൽ ഒരു ഹിറ്റ് പടം കിട്ടി. ലോകേഷിന് ഏകദേശം 1 വർഷത്തിന് ശേഷമുള്ള മീംസും ട്രോൾസും ക്രിറ്റിസിസവും ഹേറ്റും ക്യാമ്പയിൻസിനൊക്കെ ശേഷം ഇപ്പോൾ അതിനൊരു വിടുതലയും കിട്ടി. സംവിധായകനിൽ നിന്ന് നായകനായി. ആൻഡ് എല്ലാത്തിലും ഉപരി ട്രോളിയോമാരും കളിയാക്കിയവന്മാർക്കും
തിരിച്ചു കൊടുക്കാൻ വരെ ലോകേഷിന് പറ്റി. അനിരുദ്ധ് എന്നോട് അനിരുദ്ധ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓരോ പടങ്ങൾ കഴിയുമ്പോഴും ഇതാണ് എന്റെ ബെസ്റ്റ്, ഇതാണ് എന്റെ ബെസ്റ്റ് വർക്ക്, ടിൽ ദ ബെസ്റ്റ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അനിരുദ്ധ്. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ പടങ്ങൾ കഴിയുമ്പോൾ ഇതാണ്ട് അനിരുദ്ധിന്റെ ബെസ്റ്റ്, ഇതാണ്ട് അനിരുദ്ധിന്റെ ബെസ്റ്റ്, ഇതാണ്ട് അനിരുദ്ധിന്റെ ബെസ്റ്റ് എന്ന് കരിയർ ബെസ്റ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിന്റെ തുടക്കത്തിലും ആ എഴുത്തോട്ടി വരുമ്പോൾ തൊട്ടേ ഒരു ട്രാൻസ് ലൂപ്പ് പരിപാടിയാണ്. നോബഡി പാട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവസാനം അടുത്ത ബിജിഎം വരും, അടുത്ത സോങ് വരും, അങ്ങനെ മ്യൂസിക്കും ബിജിഎമ്മും പാട്ടും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പടം കണ്ട എല്ലാവരും പറയുന്നത് ഒരിക്കൽ കൂടെ സിനിമയ്ക്ക് കയറണമെങ്കിൽ അതിന്റെ ഒറ്റ കാരണം അനിരുദ്ധാണ്. നിങ്ങൾക്ക് പടത്തിന് ധൈര്യമായിട്ട് പോകും, അതിന്റെ ഒറ്റ കാരണം അനിരുദ്ധാണ്. നിങ്ങൾ പടം വേണം സൂപ്പറായിട്ട് പോയി കണ്ടു, കാരണം അതിൽ മ്യൂസിക്കിന് തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് വസൂലാവും, അത് കൺഫേം ആണ്. കാരണം പടത്തിൽ അമ്മാതിരി മ്യൂസിക് ആണ്ടാ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡാൻസും ബിജിഎമ്മും ഡി ജെ എന്തൊക്കെയോ കിടന്ന് ഓടോടാ. എല്ലാ വൈബ്രൻസ് ഇംഗ്ലീഷ് ഡി ജെ ട്രാൻസ് പരിപാടി, വൻ മ്യൂസിക്, സ്പീഡ്, ലവ്, ആ വിഴികളെ പാട്ട് ആൻഡ് റോസ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആൻഡ് ഐ ഡോണ്ട് ഗീവ് എ ഡാം ഇംഗ്ലീഷ് സോങ്, പിന്നെ ബൂംബാൻ ഡിഗ ഡിഗ, അതിന്റെ ആ ഒരു സ്റ്റേജിങ് ആൻഡ് ഇന്റർവെല്ലിലാക്ക് ആ ഒരു സ്റ്റേജിങ്, അപ്പൊ രാഗ ഓഫ് റിവെഞ്ച് വരുന്നത്, പിന്നെ ക്ലൈമാക്സിൽ രാഗ ഓഫ് റിവെഞ്ച് വരുന്നത്, ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ ഈ ബ്ലഡി വാലന്റിന്റെ മിക്സ്ഡ് അപ്പ് ആയിട്ട് ഈ ബ്ലഡി ബാൻഡ്, അത് കാണാൻ ഒരുത്തരും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇത് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്കായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ. കാരണം ആ മ്യൂസിക്കിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടെ പോയി കാണാൻ പടം, കണ്ടുകൊണ്ടേ ഇരിക്കാം പടം. കാരണം ആ മ്യൂസിക് ഇങ്ങനെ പടം കാണാൻ നമ്മൾ നേരത്തെ കേട്ടല്ലോ, ടോട്ടലി ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, പ്രത്യേകിച്ച് വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ആ മ്യൂസിക് ഇങ്ങനെ കണ്ടാലേ കേട്ടാൽ ഇങ്ങനെ, അതാണ് പല ട്രോളിലും പല മീംസിലൊക്കെ വന്ന പോലെ പടത്തിൽ സീൻസോ ഡയലോഗ്സോ ഒന്നും ഇല്ലെങ്കിൽ 2.5 മണിക്കൂർ ഈ ബിജിഎം ഇട്ടുകൊണ്ടിരുന്നാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റും. അമ്മാരി ബിജിഎം അങ്ങനെ ഇട്ടിരിക്കുന്നത്. ആൻഡ് ഇതും തന്റെ കരിയർ ബെസ്റ്റിൽ ഒന്നാണ്, കരിയർ ബെസ്റ്റിൽ ഒന്ന് തന്നെയാണ്. ഇതിൽ വേറെ സംശയമൊന്നുമില്ല. അമ്മാരി മ്യൂസിക്കാണ് അനിരുദ്ധ് കിട്ടി കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. എന്ത് അനിരുദ്ധ് എന്നോടാ അനിട